കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിൽ നിന്നും VS-നെ വെട്ടി പിണറായി വിജയൻ. ചിന്താവാരികയിലെ ലേഖനത്തിൽ അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് പരാമർശം പോലുമില്ല. 96-ലെ നയനാർ സർക്കാരിനെ പരാമർശിച്ച ശേഷം പിന്നെ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് മാത്രമാണ്. 1937-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ തൊട്ടാണ് കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് LDF സർക്കാരുകളുടെ സംഭാവനകൾ എന്ന് തുടങ്ങുന്ന ലേഖനം ചിന്താവാരികയിൽ പിണറായി വിജയൻ എഴുതി തുടങ്ങുന്നത്. P. കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, K. ദാമോദരൻ, NC ശേഖർ അങ്ങനെ പാർട്ടി രൂപപ്പെടുമ്പോഴുള്ള നേതാക്കന്മാരെ കുറിച്ച് വിശദമായി ലേഖനത്തിൽ പരാമർശമുണ്ട്. എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും സർക്കാർ രൂപീകരണത്തിനും നെടുന്തൂണായി പ്രവർത്തിച്ച VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ പിണറായി വിജയൻ പാർട്ടി ലേഖനത്തിൽ നിന്നും പൂർണ്ണമായി വെട്ടിമാറ്റി. പിന്നീട് പോകുന്നത് 1996-ലെ ആഗോള ഉദാരവൽക്കരണം, സാമ്പത്തിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കുമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രവർത്തിച്ചുവെന്ന EK നയനാറിനെ പ്രശംസിച്ചുകൊണ്ടാണ്. 1996-ന് ശേഷം 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതാണ് അടുത്ത പരാമർശം. 2006 മുതൽ 2011 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് എങ്ങും പറയുന്നില്ല. 1-2 പിണറായി സർക്കാരുടെ നേട്ടങ്ങൾ എന്ന രീതിയിൽ ലേഖനം പൂർത്തിയാകുന്നു. 17 വർഷം പാർട്ടി ഭരിച്ച സംസ്ഥാന സെക്രട്ടറി എന്ന പിണറായി വിജയന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്നും ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്ന VS-നെ വെട്ടിക്കൊണ്ടുള്ള ലേഖനത്തിൽ നിന്നും വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെടുമ്പോൾ 1.25 കോടി ജനങ്ങളായിരുന്നു. കേരളത്തിൽ ഇന്നത് 3.5 കോടി കടന്നിരിക്കുന്നു. കാലം കഴിയുമ്പോൾ VS-നെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി പിണറായി എന്ന അധികാര കേന്ദ്രത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നതും ചിന്തയിൽ പകൽ പോലെ വ്യക്തം. ആമുഖം മധുരയിൽ നടക്കുന്ന പാർട്ടി സമ്മേളനമാണെങ്കിലും കവർ സ്റ്റോറി തുടങ്ങുന്നത് VS അച്യുതാനന്ദനെ വെട്ടിക്കൊണ്ടുള്ള പിണറായിയുടെ എഴുത്തിലൂടെയാണ്. ജനം, തിരുവനന്തപുരം.